കൗണ്ടിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോണ വാഹനം വെച്ചിട്ടുണ്ടെങ്കിൽ ഹ്യുണ്ടായുടെ സാൻട്രോ ആണ്. സാൻട്രോൻ്റെ ലേറ്റസ്റ്റ് ഷേപ്പിൽ വന്നേക്കണം, അതായത് ലേറ്റസ്റ്റ് മോഡൽ ചേഞ്ച് വന്നേക്കണം ഈ ഒരു വാഹനമാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോകുന്നത്. 2019 മോഡൽ വാഹനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്പോർട്സ് എന്ന വേരിയൻറ്റ് വന്നേക്കണം ഈ ഒരു വണ്ടി നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കുമ്പോൾ സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടിയാണ്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ കളറും കാര്യങ്ങളും നോക്കിക്കാം. നമുക്ക് വളരെയധികം ഫേവറേറ്റ് ആയിട്ടുള്ള ഗ്രേ കളറിൽ വന്നേക്കുന്ന വണ്ടി കൂടിയാണ്. അപ്പോൾ ഈ ഒരു വാഹനമാണ് നമ്മളിന്ന് ഫുള്ള് കാണാൻ പോകുന്നത്. ഇൻറ്റീരിയേഴ്സ്, എക്സ്റ്റീരിയേഴ്സ്, എഞ്ചിൻ ഭാഗം, ടയർ കണ്ടീഷൻ എല്ലാം വിശദമായിട്ട് ഈ ഒരു ചാനലിൽ കൂടി തന്നെ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരും. ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തേക്കാം. വണ്ടിയുടെ വീഡിയോയിലേക്ക് പോകാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കുന്നത് ഈ ഒരു സാൻട്രോ ആണ്. അപ്പോൾ സാൻട്രോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫേസ് ലിഫ്റ്റുകളും അതേപോലെ തന്നെ മോഡൽ ചേഞ്ചുകളൊക്കെ സംഭവിച്ചാണ് ഒരു വണ്ടിയാണ് ഹ്യുണ്ടായുടെ സാൻട്രോ. അപ്പോൾ സാൻട്രോ ഇത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 2019 മോഡൽ സാൻട്രോ ആണ്. നല്ല നീറ്റായിട്ട് ഉപയോഗിച്ചാണ്. സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടിയാണ്. ഇതിൻ്റെ കിലോമീറ്റേഴ്സ് അറൗണ്ട് 50,000 കിലോമീറ്റേഴ്സാണ് വാഹനം ഓടിക്കുന്നത്. അതിന് ഇൻറ്റീരിയേഴ്സ് കാണിക്കുമ്പോൾ വിശദമായിട്ട് കാണിച്ചു തരാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കളറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാൻട്രോ നോർമലായിട്ട് കാണുമ്പോൾ ഒന്നില്ലെങ്കിൽ വൈറ്റ് കളർ അല്ലെങ്കിൽ ഗ്രേ കളറൊക്കെയാണ് കാണാറ്. അപ്പോൾ ഈ ഒരു വാഹനം ഗ്രേ കളറിൽ വന്നുകൊണ്ട് തന്നെ വളരെ ഡിമാൻഡിൽ നിൽക്കുന്ന കളറും കൂടിയാണ്. ഇപ്പോൾ ഹ്യുണ്ടായുടെ വാഹനങ്ങൾ മാത്രമല്ല വേറെ ഏത് വാഹനമായാലും ഗ്രേ കളറിലേക്ക് വരുമ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡും പ്രൊഫഷണൽസും കാര്യങ്ങളൊക്കെ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ കളർ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. പിന്നെ സ്പോർട്സ് എന്ന് പറഞ്ഞ വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ഫീച്ചേഴ്സും വാഹനത്തിൽ അവൈലബിൾ ആണ്. വാഹനം നമുക്ക് ഫുള്ള് കണ്ടേക്കാം. ഇൻറ്റീരിയേഴ്സ്, എക്സ്റ്റീരിയേഴ്സ് എല്ലാം വിശദമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് വാഹനം. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളിലേക്കൊന്ന് പോയേക്കാം. ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ടോപ്പ് വ്യൂവിലേക്ക് നോക്കാം. ഇതാണ് വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂ വരുന്നത്. വീലാർസിലേക്കും ടയർ കണ്ടീഷനിലേക്കും ഒന്ന് പോയേക്കാം. അപ്പോൾ വീലാർസിലേക്ക് വരുമ്പോൾ കണ്ടോ, നല്ല നീറ്റായിട്ട് ഇങ്ങനെ വീലാർസാണ്. അങ്ങനെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ടയേഴ്സ് നോക്കാം. ടയേഴ്സ് കുറച്ച് ഗ്രിപ്പ് കുറവാണെന്നാലും കുഴപ്പമില്ലാത്ത ഗ്രിപ്പ് നമുക്ക് നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ വീൽ കപ്പും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. ഫ്രണ്ടിലേക്ക് വരാം. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ബോണറ്റിലേക്ക് ശ്രദ്ധിക്കാം. ബോണറ്റായാലും നല്ല നീറ്റായിട്ട് ഇങ്ങനെ ബോണറ്റ്, ഒരു സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊന്നും നമുക്ക് ബോണറ്റിലേക്ക് കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ വിൻഷീൽഡിൽ നോക്കാം. വിൻഷീൽഡിലും ഒരു സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും വിൻഷീൽഡിലും നമുക്ക് ഇവിടെ കിട്ടുന്നില്ല. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിലെ ലാമ്പിലേക്ക് പോയേക്കാം. ലാമ്പ് നോക്കാം. നീറ്റായിട്ട് ഇരിക്കുന്ന ലാമ്പ് നമുക്ക് കാണാൻ പറ്റും. താഴെ ഫോഗ് ലാമ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫ്രണ്ടിലെ ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സ് ആയാലും നല്ല നീറ്റായിട്ട് ഇങ്ങനെ ബമ്പേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടുത്തെ ലാമ്പ് ആയാലും നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. താഴെ ആയാലും ഫോഗ് ലാമ്പ് നീറ്റായിട്ട് ഇരിക്കുന്നു. ഇവിടുത്തെ വീലാർസിലേക്ക് ഒന്ന് പോയേക്കാം. ഈ വീലാർച്ച് ആയാലും നല്ല നീറ്റായിട്ട് ഇരിക്കുന്നു. ഗ്രിപ്പ് കുറച്ച് ടയറിന് കുറവാണ്, പക്ഷേ വീൽ കപ്പും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല. സ്ക്രാച്ച് ചെറുതായിട്ട് നമുക്ക് വീൽ കപ്പിൽ കിട്ടുന്നുണ്ട്, പക്ഷേ വേറെ പൊട്ടലോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. രണ്ട് ഡോറിലേക്ക് നോക്കാം. രണ്ട് ഡോറും ഇവിടെ ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അതേപോലെ തന്നെ നമുക്കിവിടെ ഇൻഡിക്കേറ്റർ വന്നേക്കണ ആ ഒരു ഇൻഡിക്കേറ്റേഴ്സ് നമുക്കിവിടെ കാണാം. റൂഫ് നോക്കാം. അതേപോലെ ഇവിടെ ഗ്ലാസ് ആയാലും സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഗ്ലാസ്സിലും കിട്ടുന്നില്ല. റിയർ ഭാഗത്ത് വീലാർസിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഇവിടുത്തെ വീലാർസ് നോക്കാം. നീറ്റായിട്ട് ഇരിക്കുന്നു. ഗ്രിപ്പ് നമ്മൾ ഫ്രണ്ടിൽ കണ്ട അതേ സെയിം ഗ്രിപ്പ് കണ്ടീഷൻ തന്നെയാണ് റിയർ ഭാഗത്ത് നമുക്കിവിടെ കിട്ടുന്നത്. സൈഡ് പോർഷൻ നീറ്റായിട്ട് ഇരിക്കുന്നു. ബാക്കിലേക്ക് വരാം. ബാക്കിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഡീഫോഗേഴ്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നിന്നുള്ള വ്യൂ നോക്കാം. ലോവർ പാർട്ടിലേക്ക് പോകുമ്പോൾ സാൻട്രോൻ്റെ പഞ്ചിങ് നമുക്കിവിടെ വരുന്നുണ്ട്. അതേപോലെ ഹ്യുണ്ടായുടെ ബാഡ്ജിങ് നമുക്കിവിടെ കാണാൻ പറ്റും. സ്പോർട്സ് എന്ന വേരിയൻ്റെ ബാഡ്ജിങ് കൂടി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലോവർ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ബമ്പേഴ്സ് കാണാം. ബമ്പേഴ്സ് നമുക്കിവിടെ റിഫ്ലക്റ്റേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടെയിൽ ലാമ്പ് ആയാലും നീറ്റായിട്ടിരിക്കുന്ന ടെയിൽ ലാമ്പ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടുത്തെ വീലാർസിലേക്ക് പോകാം. ഈ വീലാർസും ഇവിടെ ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന വീലാർസും നമുക്കിവിടെ കാണാൻ പറ്റും. കുഴപ്പമില്ലാത്ത ഗ്രിപ്പ് നമുക്ക് ഈ ഒരു ഭാഗത്തെ ടയറിൽ കിട്ടുന്നുണ്ട്. നമുക്ക് രണ്ട് ഡോറ് നോക്കാം. രണ്ട് ഡോറായാലും നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുന്ന ഡോർസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഡോർ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇൻറ്റീരിയേഴ്സ് എന്ന് പരിചയപ്പെടാം. ഡോർ പാഡ്സ് നോക്കാം. ഡോർ പാഡ്സും ഇവിടെ ഡുവൽ ടോണിലാണ് ഡോർ പാഡ്സ് വന്നേക്കണേ. അതേപോലെ തന്നെ ഇൻറ്റീരിയേഴ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ സീറ്റ്സൊക്കെ നോക്കാം. സീറ്റ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇട്ടേക്കണ സീറ്റ്സ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി ഇൻറ്റീരിയേഴ്സ് ഒന്ന് വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഡാഷ്ബോർഡൊക്കെ നോക്കാം. ഡാഷ്ബോർഡും നല്ല നീറ്റായിട്ടിരിക്കുന്ന ഡാഷ്ബോർഡ് നമുക്കിവിടെ കാണാൻ പറ്റും. മിഡിൽ നമുക്കിവിടെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് നമുക്കിവിടെ വരുന്നുണ്ട്. 52,000 കിലോമീറ്റേഴ്സ് വാഹനം ഇപ്പോൾ ഓടിയേക്കണേ. മാനുവൽ ട്രാൻസ്മിഷൻ വന്നേക്കണേ. ബാക്കിയുള്ള കൺട്രോൾസൊക്കെ ബട്ടൺസ് ആയിട്ട് നമുക്കിവിടെ കാണാം. ലോവർ പോർഷൻ നോക്കാം. അതേപോലെ ഇവിടെ ഡോർ പാഡ്സ് നോക്കാം. സീറ്റ്സ് നോക്കാം. സീറ്റ്സ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. റിയറിലെ സീറ്റ്സ് ആയാലും ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. റൂഫ് നല്ല ഭംഗി തന്നെ ഇരിക്കുന്ന റൂഫ് നമുക്ക് ഇവിടെ കാണാം. പിന്നെ ഓറിയം കൺട്രോളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ, അവർ പറയണം. അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ ഫ്രണ്ട് പോർഷനിൽ നിന്ന് നമുക്കിവിടെ കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി പാസഞ്ചർ സൈഡിലേക്ക് നോക്കാം. ഇവിടെ സീറ്റ്സ് നോക്കാം. സീറ്റ്സ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്കിവിടെ കാണാം. കേട്ടോ, ഫുള്ള് ബ്ലാക്ക് ഔട്ട് ഭംഗി തന്നെ ഇരിക്കുന്നു. ലെഗ് റൂം നോക്കാം. ലെഗ് റൂം ആയാലും നീറ്റായിട്ട് ഇരിക്കുന്നു. റിയർ എ സി വെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ,
നമുക്ക് ഡോറിന് ക്ലോസ് ചെയ്തിട്ട് ഇതിൻ്റെ എഞ്ചിൻ റൂമും ടയർ കണ്ടീഷനും കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം. ഞാൻ ജസ്റ്റ് ലിഫ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു എഞ്ചിൻ റൂം. അപ്പോൾ എഞ്ചിൻ റൂമിൽ കുറച്ച് പൊടിയും അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, കാരണം വണ്ടി ഇപ്പോൾ എത്തിയിട്ടുള്ളൂ, അതിന് വേണ്ടി നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ എന്തെങ്കിലും നിങ്ങൾ നോക്കേണ്ടത് എന്തെങ്കിലും ലീക്കേജോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. വാഹനം ഒന്ന് ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കിയാൽ വിശദമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ബാറ്ററിയൊക്കെ കുഴപ്പമില്ലാത്ത പവർഫുൾ ബാറ്ററി തന്നെയാണ്. ഹെഡ്ജസൊക്കെ നോക്കാം. ഹെഡ്ജസ് ആയാലും നീറ്റായിട്ടിരിക്കുന്ന ഹെഡ്ജസ് നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ ഫ്രണ്ട് പോർഷൻ നോക്കാം. ഫ്രണ്ട് പോർഷൻ ആയാലും നീറ്റായിട്ടിരിക്കുന്ന ഫ്രണ്ട് പോർഷൻ, ഇവിടെ ഹെഡ്ജസൊക്കെ നോക്കാം. അതേപോലെ ലിഡിലേക്ക് വരാം. ലിഡായാലും നീറ്റായിട്ടിരിക്കുന്ന ആ ഒരു ലിഡ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ എഞ്ചിൻ റൂമിൽ നിന്ന് കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി ഇതിൻ്റെ ബൂട്ടിലേക്ക് നോക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ നമുക്കിനി ഈ വാഹനത്തിൻ്റെ ബൂട്ടിലേക്കൊന്ന് നോക്കാം. ബൂട്ടൊന്ന് അപ്പ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടോ, വലിയ സ്പേഷ്യസ് എന്ന് പറയാനില്ല, പക്ഷേ കുഴപ്പമില്ലാത്ത ചെറിയൊരു സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു പാർസൽ ട്രേ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഈ ഒരു എഡ്ജസ്റ്റിലേക്ക് നോക്കാം. എഡ്ജസ്റ്റ് എന്തെങ്കിലും രീതിയിലുള്ളൊരു ഡാമേജ് ഒക്കെ നമുക്ക് ഇവിടെ നോക്കാവുന്നതാണ്. വണ്ടി നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനാണ്. ഇവിടെ ലിഡായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു ലിഡ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സിൽ കാണിക്കാനുള്ളത്. ഇനി നമുക്കിൻ്റെ ടയർ കണ്ടീഷൻ നോക്കിയേക്കാം. ലിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്ന വെച്ചാൽ കുഴപ്പമില്ലാത്ത ഗ്രിപ്പും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. ടൂൾസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. സ്പെയർ വീൽ റൂമായാലും നീറ്റായിരിക്കും സ്പെയർ വീൽ റൂമും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ് നമുക്ക് കാണാനുള്ളത്. ഇത് നമുക്കിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ തന്നെ 2019 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്ന ഈ ഒരു വാഹനം പെട്രോൾ ഓപ്ഷൻ വന്ന വണ്ടിയാണ്. സ്പോർട്സ് എന്ന വേരിയൻറ്റിൽ നടക്കുന്ന ഈ ഒരു വാഹനത്തിൻ്റെ റേറ്റിലേക്ക് കടക്കാം. റേറ്റിലേക്ക് കടക്കാനാകുമ്പോൾ തന്നെ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് 4,38,000 രൂപയാണ്. 4.38 lakhs നെഗോഷ്യബിൾ പ്രൈസ് ആയിരിക്കും. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഷോറൂം നമ്പറും കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വിളിക്കാം, സംസാരിക്കാം, കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. എന്തെങ്കിലും രീതിയിലുള്ള ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ വാട്സാപ്പിൻ്റെ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ വാട്സാപ്പ് ചാറ്റിലൂടെ നമ്മൾ നിങ്ങളിലേക്ക് അതിൻ്റെ റെസ്പോൺസും കാര്യങ്ങളൊക്കെ തരുന്നതാണ്. അപ്പോൾ കോൺടാക്ട് ചെയ്തേക്കാം. പിന്നെ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ എന്തെങ്കിലും ലോണോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള നിങ്ങൾക്ക് ഫിനാൻസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതൊക്കെ ഷോറൂമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഇവിടെ നിന്ന് ലോണും കാര്യങ്ങളൊക്കെ സാങ്ഷൻ ആക്കി തരുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് ഡെയിലി അപ്ഡേറ്റ്സിനായിട്ട് ഫോളോ ചെയ്തേക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.